ഫോട്ടോഷോപ്പിൽ സെലക്ട് ആൻഡ് മാസ്ക് ടൂൾ യൂസ് ചെയ്തിട്ട് എങ്ങനെ എഡ്ജസ് പെർഫെക്റ്റ് ആയിട്ട് റിഫൈൻ ചെയ്തെടുക്കാൻ നോക്കാം. ആദ്യം നമ്മൾ ഇമേജ് ഫോട്ടോഷോപ്പിൽ ഓപ്പൺ ആക്കിയ ശേഷം ക്വിക്ക് സെലക്ഷൻ ടൂളോ അല്ലെങ്കിൽ ഒബ്ജക്റ്റ് സെലക്ഷൻ ടൂളോ സെലക്ട് ചെയ്യുക. എന്നിട്ട് സെലക്ട് സബ്ജക്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഫോട്ടോഷോപ്പ് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ സബ്ജക്റ്റിന് ചുറ്റും ഒരു സെലക്ഷൻ ക്രിയേറ്റ് ചെയ്ത് തരും. അതിനുശേഷം സെലക്ട് ആൻഡ് മാസ്ക് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് സെലക്ട് ആൻഡ് മാസ്കിന്റെ ഒരു വർക്ക് സ്പേസ് ഓപ്പൺ ആകും. സെലക്ട് ചെയ്ത ഭാഗം വ്യക്തമായിട്ട് മനസ്സിലാകാൻ വേണ്ടിയിട്ട് നമുക്ക് വ്യൂ മോഡ് ഓവർലേ ആക്കി മാറ്റിയിടാം. ഇവിടെ നമുക്ക് ഈ ഒരു മുടിയുടെ എഡ്ജസ് ഒക്കെ നോക്കിയാൽ കാണാൻ പറ്റും. പൂർണ്ണമായിട്ടും ആ ഒരു മുടി ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ടില്ല. ഇവിടെ നമുക്ക് റിഫൈൻ എഡ്ജ് ടൂൾ യൂസ് ചെയ്യാം. ആദ്യം ഞാനിവിടെ ഈ ബ്രഷിന്റെ സൈസ് കുറച്ച് കൂട്ടി വെക്കുന്നു. എന്നിട്ട് ഈ റിഫൈൻ എഡ്ജ് ബ്രഷ് ടൂൾ എന്ന് പറഞ്ഞ ടൂള് സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് റിഫൈൻ എഡ്ജ് ടൂൾ ഉപയോഗിച്ച് ഈ മുടിയുടെ എഡ്ജസ് ഒക്കെ ഞാൻ ജസ്റ്റ് പെയിന്റ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് ആ ഒരു എഡ്ജ് റിഫൈൻ ആയി കിട്ടും. അതിനുശേഷം ഞാൻ ഔട്ട്പുട്ട് സെറ്റിംഗ് എടുക്കുന്നു. അവിടെ ഔട്ട്പുട്ട് 2 എന്നുള്ള ഓപ്ഷൻ ന്യൂ ലെയർ വിത്ത് ലെയർ മാസ്ക് സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് ഓക്കെ പ്രസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ആ ഒരു സെലക്ഷൻ വെച്ച് ബാക്ക്ഗ്രൗണ്ട് പൂർണ്ണമായിട്ട് ഹൈഡ് ചെയ്തിട്ട് ആ ഒരു ഔട്ട്പുട്ട് നമുക്ക് കാണാൻ പറ്റും. ഇതിപ്പോൾ ഹെയറിന്റെ മാത്രമല്ല, എഡ്ജുകളിൽ വരുന്ന പ്രോബ്ലംസ് ഒക്കെ നമുക്ക് ഈ ഒരു ടൂൾ വെച്ചിട്ട് റിഫൈൻ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കുക.